യേശു പത്രോസിനോട് പറയുകയാണ്, നീ സകലവും വിട്ട് എന്നെ അനുഗമിക്കുക. ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ തീരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും യേശു തന്ന ദാനമാണ്. അത് കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ഭൗതിക നന്മകളിൽ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആകാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായും തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബ്ലെസ്സിങ്ങുകളും ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനൊക്കെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന പ്രിയ മക്കളുമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് യേശു കർത്താവ് തിരഞ്ഞെടുത്ത ഒന്നുമല്ലാത്ത മുക്കുവന്മാരായിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത, നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്, അവർ സാമാന്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ആയിരുന്നെന്ന്. എന്നാൽ അവരെ ഒരു അത്ഭുതമാക്കി മാറ്റിയ, അവരെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആക്കി മാറ്റിയ, അവരെയും കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിപ്പിച്ച, അല്ലെങ്കിൽ ഭൂമിയെ ഇളക്കിയ ആ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ എംപ്റ്റിനെസ്സും മാറിപ്പോകട്ടെ. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിലൂടെ നടന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയായിരുന്നു, എല്ലാ എംപ്റ്റിനെസ്സുകളും, എല്ലാ ആ ശൂന്യതകളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ, നിറവുണ്ടാകട്ടെ, അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കൊരു റിസൾട്ട് ഇല്ല, നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ. ഈ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ, ഈ ഗലീല കടലിൻ്റെ ഭാഗത്ത് വന്ന് നിന്ന് അത്ഭുതങ്ങളെ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെയും ദൈവമക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കടലിലൂടെ പാദമൂന്നിക്കൊണ്ട്, ഈ കടലിലൂടെ നടന്നു വന്ന് അത്ഭുതത്തെ ചെയ്ത കർത്താവ് കാറ്റിനെയും കടലിനെയും, ആ ഇളകിയ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, ആ കാറ്റിനെ ശാസിച്ച് ഈ കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് ഈ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് താന്നു പോയ പത്രോസിനെ കൈപിടിച്ച് കയറ്റിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.